പിന്നെ രേണു പറയുന്നുണ്ട് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു അമ്മയ്ക്ക് ഒരിക്കലും ഭർത്താവിനെയോ മക്കളെയോ അപമാനിക്കാൻ പറ്റത്തില്ല. 3-4 ആണുങ്ങളുടെ കയ്യിൽ കിടന്ന് അമ്മാനം ആടുന്നതൊക്കെ കൊച്ചുകുട്ടികൾ കണ്ട് അത്ര രസിക്കുമെന്നാണോ രേഷ്മ പറയുന്നത്? അത് ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഇപ്പൊ മനസ്സിലായോ തെറ്റെന്തൊക്കെയാണെന്ന്? ഈ പേൻ പെറുക്കിയതും ഈ ബാറി കിടന്നുകൊണ്ട് പ്രൊമോട്ട് ചെയ്ത് ഡാൻസ് കളിച്ചതും ആണുങ്ങൾ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോയി ഡാൻസ് കളിച്ചതും എന്താ പറയുക മാന്യമല്ലാത്ത ഡ്രസ്സ് ധരിച്ചുകൊണ്ട് സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നതും തെറ്റ് തന്നെയാണ്. അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം. നാണമില്ലല്ലോ. ഇത്രയും പക്വതയും പാകതയും ആയിട്ട് ജീവിക്കേണ്ട ഒരു സ്ത്രീ, ഒരു കുടുംബത്തിന് ഉത്തരവാദിത്തം മുഴുവനുള്ള 2 മക്കളുടെ ഒരു അമ്മയായ ഒരു സ്ത്രീ, അല്ലാതെ 17 വയസ്സായ കുട്ടിയൊന്നുമല്ലല്ലോ. ആണോ? അതുപോലെ നടു റോഡിൽ 2-3 ആണുങ്ങളുടെ കൈ കിടന്ന് അമ്മാനം ആടിക്കട്ടുള്ള ആ എലിയുണ്ടല്ലോ, ആ കിളി, കൊല്ലം സുധിയുടെ ആണ്ട് ദിവസം നിങ്ങൾ കിടന്ന് കിളിച്ച കിളിയൊക്കെ ആരും മറന്നിട്ടൊന്നുമില്ല. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ എന്തിനാ ഇതുപോലുള്ള ഒരു ആളോട് എന്തിനാ വൈരാഗ്യപ്പെടുന്നേ? അതിന് മാത്രമുള്ള ഒരു ഇതുണ്ടോ നിങ്ങൾക്ക്? ഒന്നുമില്ല. നിങ്ങൾ പെണ്ണൊരുമ്പിട്ടാൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്പം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കൊട പിടിക്കും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതിനെല്ലാം ഉള്ള ഒരു ഉദാഹരണമാണ് രേഷ്മ തങ്കച്ചൻ. രേണു സുധി എന്ന് വിളിക്കുന്ന രേഷ്മ തങ്കച്ചൻ. ഈ രേഷ്മ തങ്കച്ചൻ കാട്ടിക്കൂട്ടുന്ന ഓരോ ഓരോ അബദ്ധങ്ങളും അല്ലെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഓരോ വീഡിയോസും ഓരോ ഡയലോഗും, ഡബിൾ മീനിങ്ങിലുള്ള ഡയലോഗ്, അതുപോലെയുള്ള സ്ത്രീകൾക്ക് അപമാനകരമായിട്ടുള്ള ജനങ്ങൾക്ക് തന്നെ ഇരിക്കപ്രതിയില്ലാത്ത വീഡിയോസുകൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ കൂടെ ഇവർ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഒരു ബ്ലോഗർ, അതായത് ഒരു യൂട്യൂബർ, ഷെഫീന ബീവി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ, അവർ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു വീഡിയോസാണ്. അതിനകത്ത് കള്ളത്തരങ്ങളോ, നമുക്കൊരു ആളുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. നമുക്കൊരാളോട് ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ അവരാരാണ്, അവരെത്തരത്തിലുള്ള ഒരു ആളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണ സെൻസുള്ള ഒരാൾക്ക് കുറച്ചൊന്ന് സമയം ഒരാളോട് ഇടപെട്ടാൽ അല്ലെങ്കിൽ അവരോടൊന്ന് സംസാരിച്ചാൽ അവരേത് രീതിയിലുള്ള ആളാണ് എന്നുള്ള സൈക്കോളജിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ രേഷ്മ തങ്കച്ചന്റെ വീഡിയോസിന്, അതായത് അവര് കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായങ്ങളും സ്ത്രീകൾക്ക് അപമാനമാണ്, സ്ത്രീകൾക്ക് നാണക്കേടാണ്, ഇതുപോലുള്ള വീഡിയോസ് ഇടുന്ന മറ്റാരും കേരളത്തിലില്ല. അതുകൊണ്ട് അവർ നല്ല രീതിയിലുള്ള അവരൊരു ജോലി ചെയ്ത് ജീവിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങൾ, ഡബിൾ മീനിങ്, റോഡിൽ നിന്നുള്ള ഒരു വല്ലാത്ത ഡ്രസ്സൊക്കെ ഇട്ട് നമുക്കത് ഒന്നും പറയാൻ സാധിക്കില്ല. നമുക്ക് ഈ ചെയ്യുന്നവർക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതായത് ഇതുപോലുള്ള ഡ്രസ്സുകൾ നമുക്ക് അറിയാം, ഒരു നാണക്കേടുണ്ടാക്കുന്ന തരത്തിൽ, ശരീരം കാണിച്ചുകൊണ്ട് നാണക്കേടുണ്ടാക്കുന്ന രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് അഭിനയിക്കുമ്പോൾ അത് ഒരാളെ തന്നെയല്ല, ഈ ചെയ്യുന്ന ഒരാളെയും അവരുടെ കുടുംബത്തിൽ ഒതുങ്ങുന്ന കാര്യമല്ല. സ്ത്രീകൾക്ക് എല്ലാവർക്കും അപമാനം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അഭിമാനമായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല, അത് പ്രതികരിക്കേണ്ടി വരുന്നു എന്നുള്ള രീതിയിൽ കൂടി ഈ ഷെബീന എന്ന് പറയുന്ന യൂട്യൂബർ വളരെ സത്യസന്ധമായിട്ട്, വളരെ നല്ല രീതിയിൽ, നല്ല വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടി, നല്ല വിവരവും സംസ്കാരത്തോടെ ഉള്ള ഒരു വാക്കുകളാണ് അവരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. നമ്മളൊക്കെ അത് യൂട്യൂബിൽ കാണാറുള്ളതാണ്, കമന്റും ഒക്കെ ഇടാറുള്ളതാണ്. അവര് നല്ല രീതിയിൽ പ്രതികരിക്കുമ്പോൾ രേഷ്മ തങ്കച്ചൻ വന്ന് അവരെ വല്ലാത്ത രീതിയിൽ അപമാനിക്കുന്ന തരത്തിലുള്ള അവർക്കെന്താണ് കാല് ഇല്ല എന്നുള്ള രീതിയിൽ ഒരു അംഗപരിമിതി ഉള്ള ഒരാള് അവർക്കൊരു യൂട്യൂബ് ചെയ്യാൻ പാടില്ലെന്നുണ്ടോ? അവർക്ക് സത്യസന്ധമായ വാക്കുകൾ പറയാൻ സാധിക്കില്ലെന്നുണ്ടോ? അപ്പൊ ഈ രേഷ്മ തങ്കച്ചനാണ് നന്നാവേണ്ടത്, അല്ലാതെ ഷെഫീന യഥാർത്ഥ കാര്യം പറയുന്ന, സമൂഹത്തിന് നല്ല മാർഗദർശിയായിട്ടുള്ള വരും തലമുറയ്ക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, തെറ്റാണെന്ന് പറയുന്ന ആളല്ല അവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത് മുഴുവൻ രേഷ്മ തങ്കച്ചനാണ്, രേണുസുധി ആണ്. ഈ രേണുസുധി പല പ്രാവശ്യം പറയുന്നത് ഈയിടെ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്ക് മാത്രം നെഗറ്റീവ് വരുന്നു, എന്നെ മാത്രം എല്ലാവരും കുറ്റപ്പെടുത്തുന്നു, എല്ലാവരും ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നതല്ലേ, അല്ലെങ്കിൽ എനിക്ക് എല്ലാവർക്കും പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്നെ കരുവാക്കിക്കൊണ്ട് ഓരോ യൂട്യൂബും ഇടുന്നത് എന്നുള്ള തരത്തിൽ രേണു പറഞ്ഞു. ഈ രേണുവിന് അറിയില്ല എങ്കിൽ ഞാൻ പറഞ്ഞു തരാം, രേണു ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ എന്താണെന്ന് രേണുവിന് മനസ്സിലാകുന്നില്ല എന്ന് രേണു പല പ്രാവശ്യം പറഞ്ഞു. വീഡിയോസിന്റെ മുന്നിൽ നിന്ന് പറഞ്ഞു, കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഈ കിച്ചു ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് നമുക്കറിയാം, ആ കൊച്ചുകുട്ടി അനുഭവിച്ച കഥകളുടെ ഒരു ഒരു ഫാണ്ടക്കെട്ട് തന്നെ അല്ലെ ഉണ്ട് എന്നുള്ള വിവരം രേണു പറയുന്നുണ്ട്. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി മക്കളെ വളർത്തുന്നു, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് രേണു പറയുന്നു. ഈ രേണു ഇങ്ങനെ പറയുമ്പോൾ രേണു കാട്ടിക്കൂട്ടുന്ന
കോപ്രായങ്ങളിലൂടെ നാണം കെടുന്ന ആരാണ്? ഈ കിച്ചു എന്ന് പറയുന്ന ആ കൊച്ചു പയ്യനാണ്. 21 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയാണ്. കൊച്ചുകുട്ടി തന്നെയാണ്. ഈ കിച്ചു എന്ന് പറയുന്നത് 21 വയസ്സുള്ള ഒരു കുട്ടി. നമുക്കറിയാം ഒരുപാട് ജോലി ചെയ്ത് അങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ സത്യത്തിൽ അത്രയും പ്രായമായോ കിച്ചുവിന്? രേണു പറയുന്നത് അവന് 22 വയസ്സുള്ള ഒരു യുവാവാണ് എന്നുള്ള തലത്തിലൊക്കെയാണ്. യുവാവ് തന്നെയാണ്. പക്ഷെ അത് 21 വയസ്സ് മാത്രമേ ആ കുട്ടിക്ക് ആയിട്ടുള്ളൂ. അത് ചെറുപ്പത്തിൽ അനുഭവിച്ച പീഡനങ്ങൾ പറഞ്ഞ രേണു ഒരുപാട് ശിക്ഷിച്ചു. രേണു അങ്ങനെ ആക്രമിച്ചു, അങ്ങനെയല്ല പറയുന്നത്. രേണുവിന്റെ ഈ ചെയ്തികളാണ് കിച്ചുവിന് മകൻ എന്നുള്ള നിലയിൽ അംഗീകരിക്കാൻ പറ്റാത്തത്. മറ്റൊന്നല്ല. രേണു ചെയ്യുന്ന കുറ്റം എന്താണെന്ന് രേണു എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ നാണമുണ്ടോ? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ എങ്ങനെ തോന്നുന്നു എന്നുള്ള രീതിയിൽ കൂടി രേണു മറ്റുള്ളവർ തെറ്റ് പറയുന്നു എന്നുള്ള രീതിയിൽ കൂടിയാണ് രേണു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ രേഷ്മ തങ്കച്ചൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ തെറ്റ് എന്ന് പറയുന്നത് രേഷ്മ മറ്റൊന്നും ചെയ്തെന്ന് ആരും പറയുന്നില്ല. രേഷ്മ ഒരു തൊഴിൽ ചെയ്താൽ ആരും വിമർശിക്കത്തില്ല. പക്ഷേ ഈ ഷെഫീന ബീവി മുതലായിട്ടുള്ള കണ്ടു നിൽക്കുന്ന പ്രേക്ഷകർ മുതലായിട്ടുള്ള ആൾക്കാർ പറയുന്നത്, നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ അല്ല രേഷ്മ വിലയിരുത്തേണ്ടത്. രേഷ്മ മനസ്സിലാക്കേണ്ട കാര്യം അവനവനെ തന്നെ ഒന്ന് പരിശോധിക്കുക. എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അവനവനിലേക്ക് തന്നെ, തന്നിലേക്ക് തന്നെ ഒരു തിരിഞ്ഞ നോട്ടം ഉണ്ടായാൽ രേണുവിന് തന്നെ, രേഷ്മ തങ്കച്ചന് തന്നെ പറ്റുന്ന ഒരു കാര്യമാണ്. അതിന് ഷെഫീനായ ബീവിയെയോ അല്ലെങ്കിൽ മറ്റുള്ള യൂട്യൂബേഴ്സിനെയോ ഒന്നും അല്ല കുറ്റം പറയേണ്ടതെന്നുള്ള യാഥാർത്ഥ്യം കണ്ടു നിൽക്കുന്നവർക്കും കേട്ടു നിൽക്കുന്നവർക്കും കിച്ചു അടക്കമുള്ള ഓരോ ജനങ്ങൾക്കും അറിയാം. ഈ ഷെബീനയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ വികലാംഗയാണെന്നൊക്കെ പറഞ്ഞ് അപമാനിച്ചിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. ഷെബീന അംഗപരിമിതി ഉള്ള ആളാണ്, അല്ലെങ്കിൽ കാലിന് വയ്യാത്ത ഒരാളാണ് എന്ന് വിചാരിച്ചെന്താണ്? അത് മാന്യമായ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് മാന്യമായ ഒരു തൊഴിൽ ചെയ്താണ് ആ കുട്ടി ജീവിക്കുന്നത്. അപ്പൊ അതിനെ വന്ന് കുറ്റം പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. അവനവനെ വെളുപ്പിക്കാൻ നോക്കരുത്. രേഷ്മയെ വെളുപ്പിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ തന്നെ ഓരോ വ്ളോഗ്സിലും വന്ന് എന്താ പറയുന്നേ, ബുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് രേണുവിന്റെ വീഡിയോ കാണുന്ന ആ വീഡിയോസ് ഒക്കെ എന്താണ് രേണു കാട്ടിക്കൂട്ടുന്നത്? എന്താണ്? പണം മാത്രം മതി, ഞാൻ എങ്ങനെ അഭിനയിക്കും, ഞാൻ എന്ത് ഡ്രസ്സും ഞാൻ ഇടും എന്നൊക്കെയുള്ള രീതിയിൽ 21 വയസ്സായ കുട്ടിയുടെ കാണിക്കൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇതുപോലെയൊക്കെ തന്നെ ഇരിക്കും. ആ കുട്ടി ഇത്രയും നാൾ ക്ഷമിച്ചില്ല, എന്തെങ്കിലും പറഞ്ഞോ? ക്ഷമിച്ചില്ല. അവന്റെ എന്താ പറയുന്നത്, ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ച 3 അമ്മമാര് മാറിയൊക്കെ വന്നെങ്കിൽ പോലും അവന്റെ ചെറുപ്രായത്തില് ഒന്ന് സന്തോഷിക്കുവാനോ ഒന്ന് കളിച്ച് ചിരിച്ച് നടക്കുവാനോ ഒന്നും അവനൊരു അവസരം ലഭിച്ചിട്ടില്ല. അത് തെറ്റാറിന്റെ ഭാഗത്താണെങ്കിൽ കൂടിയും, തെറ്റ് സുധിയുടെ ഭാഗത്താണെങ്കിലും അല്ലെങ്കിൽ സുധി കല്യാണം കഴിച്ചിട്ടുള്ള ഭാര്യമാരുടെ ഭാഗത്താണെങ്കിലും ഒക്കെ എന്താണ് പറയുന്നത്, ഫലം ഒന്നു തന്നെയാണ്. ഈ കിച്ചു അനുഭവിച്ച കഥനകഥകളാണ്. പിന്നെ രേണു പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു അമ്മയ്ക്ക് ഒരിക്കലും ഭർത്താവിനെയോ മക്കളെയോ അപമാനിക്കാൻ പറ്റത്തില്ല. അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ് രേഷ്മ ഇപ്പൊ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു സ്ത്രീ പോലും പറയാൻ ധൈര്യം, ഒരു സ്ത്രീക്ക് പോലും പറയാൻ കഴിയാത്ത വാക്കുകളാണ് രേണു ഒരു മടിയുമില്ലാതെ മീഡിയയിൽ വന്ന് ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്നത്. ഒരു സ്ത്രീക്കും അതിനൊന്നും, അവരുടെ ആത്മാഭിമാനം അതിനൊന്നും സമ്മതിക്കത്തില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത്, അങ്ങനെയുള്ള പ്ലേസിൽ പോലും ഒരു സ്ത്രീ നിൽക്കാറില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു വാക്കാരുടെ ഭാഗത്തു നിന്നെങ്കിലും ഒരു പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഏതെങ്കിലും ഒരു വാക്കുണ്ടായാൽ അപ്പൊ തന്നെ ആ സ്ഥലത്തിൽ നിന്ന് മാറിപ്പോവും. അല്ലാതെ ചിരിച്ചു കളിച്ചുകൊണ്ട് അതിന് ആൻസർ പറയാൻ ഒരു സ്ത്രീക്കും, കേരളത്തിൽ ഒരു സ്ത്രീക്കും രേണുവിലല്ലാതെ, രേഷ്മ തങ്കച്ചനല്ലാത്ത മറ്റൊരു സ്ത്രീക്കും അതിനാവില്ല. ഈ വീഡിയോസ്, അതായത് രേഷ്മ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് രേഷ്മ ചോദിക്കുമ്പോൾ അറിയില്ലെങ്കിൽ പറഞ്ഞു തരാം. രേഷ്മയുടെ ആദ്യത്തെ തെറ്റാണ് രേഷ്മ എന്താണ് പറയുന്നത്, ബിഗ് ബോസിൽ ചെന്ന് പേൻ പെറുക്കിയ കഥകളൊന്നും പഴയ കാര്യങ്ങളൊന്നും പറയിപ്പിക്കരുത്. ഇത്രയും ജനകോടികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്നാണ് ഈ ഇതുപോലുള്ള കൊച്ചു കുട്ടികൾ കാണിക്കുന്ന പോലത്തെ കാട്ടായൊക്കെ കാണിച്ചിരിക്കുന്നത്. അത് വീണ്ടും ഒന്നും അത് ഓർമ്മപ്പെടുത്തരുത്. എന്ത് തെറ്റാ ചെയ്തതെന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ പറയേണ്ടി വരും. ഫസ്റ്റ് തെറ്റ്. സെക്കൻഡ് പറയാം, നടു റോഡിൽ തന്നെ നിന്നുകൊണ്ട് ആണുങ്ങളോടൊപ്പം 3-4 ആണുങ്ങളുടെ കയ്യിൽ കിടന്ന് അമ്മാനം ആടുന്നതൊക്കെ കൊച്ചുകുട്ടികൾ കണ്ടത്ര രസിക്കുമെന്നാണോ രേഷ്മ പറയുന്നത്? അതാണോ ആ പറഞ്ഞതാണോ ഷെബീന ചെയ്ത കുറ്റം? അപ്പൊ ഇവിടെ ആരാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്? ആരാണ് വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്? ആരാണ് ഈ മറ്റുള്ളവരെ തേജോവധം ചെയ്യുന്നെന്നുള്ള വിവരം കേരളത്തിലുള്ള ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേരളത്തിലുള്ള സ്ത്രീകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് രേഷ്മ പറയുമ്പോൾ രേഷ്മ ഒരു കുറച്ചൊക്കെ എങ്കിലും ഒരു മാന്യത പുലർത്തിക്കൊണ്ട് ഉള്ള സംഭാഷണങ്ങളും എന്താ പറയുന്നേ, ഇപ്പം രേഷ്മ പറഞ്ഞല്ലോ, മറ്റുള്ള ഒരുപാട് ആൾക്കാർ ഇങ്ങനെ എന്താ പറയുന്നേ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നതുകൊണ്ട് ഞാൻ സബ്സ്ക്രിപ്ഷൻ ചെയ്താൽ എന്താണ് കുഴപ്പം എന്നുള്ള രീതിയിൽ രേഷ്മ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം തെറ്റ് തന്നെയാണ്. ആ മകൻ, ഇപ്പോൾ രേഷ്മ ഒരു കാര്യം ഇപ്പൊ തന്നെ മനസ്സിൽ ഉറപ്പിച്ചോളൂ, ഇപ്പോൾ 21 വയസ്സായ മകനാണ് ഇപ്പോൾ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. രേഷ്മയുടെ പോക്ക് ശരിയല്ല.
അമ്മ നാണക്കേടുണ്ടാക്കുന്നു എന്നുള്ള തരത്തിൽ ആ മകൻ വന്ന് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു. ഇത്രയും നാളും പല രീതിയിൽ അവൻ കണ്ടില്ല എന്ന് വെച്ചു, അല്ലെങ്കിൽ അമ്മ ചെയ്യുന്നത് അമ്മ ഒരു ആക്ട് ചെയ്യുവാണെ ചെയ്യട്ടെ എന്ന് വെച്ചു. അങ്ങനെ പല കാര്യങ്ങളും അവൻ ക്ഷമിച്ചു, സഹിച്ചു. ഒരുപാട് ചെറുപ്പത്തിലാണെങ്കിലും ഇല്ലെങ്കിൽ 21 വയസ്സ് പ്രായമായ ഈ സമയത്ത് പോലും ആ കുട്ടി ഒരുപാട് മാനസിക വിഷമങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോഴും അവൻ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്നിച്ചു തന്നെയുള്ള ഒരു മുൻപോട്ടുള്ള പ്രയാണമാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത്. പക്ഷെങ്കിൽ രേണുവിനോട് പറഞ്ഞാൽ നിൽക്കില്ല. രേണു പറഞ്ഞാൽ ആര് പറഞ്ഞാലും കേൾക്കില്ലാത്ത ഒരു രീതിയാണ്. രേണുവിന് പണം ഉണ്ടാക്കണം, അത്തരത്തിൽ പണം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവനത് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള പണം ഉണ്ടാക്കുന്നു എന്നുള്ള രീതി കണ്ടു കഴിഞ്ഞപ്പം ഏത് മകനാണ് പ്രതികരിക്കാതിരിക്കുന്നത്? കിച്ചു ഒരുപാട് താമസിച്ചു വന്നു മുൻപോട്ട് വന്നു പറയാനായിട്ട്. കിച്ചു ഒരുപാട് വൈകിയാണ് മുമ്പോട്ട് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പ്രതികരണം കുറെ നേരത്തെ ആകാമായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായമാണ് സാധാരണ ജനങ്ങൾ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ഉണ്ടാവുന്നത്. അപ്പോ രേഷ്മ ചെയ്ത കുറ്റങ്ങളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രേഷ്മ പറഞ്ഞു, ഞാൻ എന്ത് തെറ്റ് ചെയ്ത് നിങ്ങളോടൊക്കെ ഇങ്ങനെ എന്നെ മാത്രം ഇങ്ങനെ വിമർശിക്കും? കേരളത്തിൽ ഒരു സ്ത്രീക്കും ഇല്ലാത്ത തരത്തിലുള്ള വിമർശനങ്ങൾ ഞാൻ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഏത് സ്ത്രീയാണ് കഷ്ടപ്പെടാതെ മക്കളെ വളർത്താനും കുടുംബം നോക്കാനും നോക്കാതെ ഇരിക്കുന്നത്? എല്ലാ സ്ത്രീകളും ജോലി ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ്, ഞാൻ അടക്കമുള്ള സ്ത്രീകൾ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്നത്. അത് ഏത് ജോലി ചെയ്താലും ആ ജോലിക്കൊക്കെ ഒരു മാന്യത. പക്ഷെ രേണു പോകുന്ന ഒരു രീതിയിൽ ഒരു സ്ത്രീകളും പോകുന്നില്ല എന്ന് നമ്മൾ ഉറക്കെ പറയേണ്ടി വരും. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആ കാര്യമാണ് നമ്മുടെ കിച്ചു വന്ന് പറഞ്ഞിരിക്കുന്നത്. രേഷ്മയുടെ വീട്ടിലെ കാര്യങ്ങൾ അവൻ ഇപ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിന് ഈ രേഷ്മ കിടന്ന് തുള്ളിയിട്ടൊന്നും കാര്യമില്ല. രേഷ്മ നന്നാകാനായിട്ട് നോക്കുക. സ്ത്രീകൾക്ക് അപമാനമായിട്ട് ഉള്ള ഈ സ്ത്രീകൾക്കൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യം ഇനിയെങ്കിലും ഒന്ന് നിർത്ത്. ഇത്രയും നാളും പൈസ ഉണ്ടാക്കില്ല, പൈസ എന്നൊക്കെ പറഞ്ഞ് രേഷ്മ ഒരു കാര്യം ചിന്തിക്കണം. ഈ മകന്, കൊച്ചുമകൻ, ഇളയമകന് 6 വയസ്സേ ആയിട്ടുള്ളൂ എന്ന് രേഷ്മ പറയുന്നുണ്ട്. ഈ ഇപ്പോൾ 21 വയസ്സായ മകൻ പ്രതികരിച്ചെങ്കിൽ 6 വയസ്സായ മകനും ഇനി ഒരു 6 വർഷം കൂടെ കഴിയുമ്പോൾ 12 വയസ്സാകുമ്പോൾ അവനും പ്രതികരിക്കും. അപ്പോഴും ഇതുപോലെ തന്നെ ഞങ്ങൾ ഇവിടുത്തെ ഒക്കെ തന്നെയുണ്ട്. അപ്പോഴും ഇത് തന്നെ പറയണം. ഇപ്പോൾ മറ്റുള്ളവരെ ആക്രോശിച്ചുകൊണ്ടുള്ള ആ സംസാരമുണ്ടല്ലോ, നാണമില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഡയലോഗുകൾ കൊണ്ടൊന്നും വരുമല്ലോ. അപ്പോൾ രേഷ്മയുടെ ആ വിദ്യാഭ്യാസത്തിന്റെ കൂടുതൽ കൊണ്ടായിരിക്കും എപ്പോഴും സോ എന്നൊക്കെയാണ് പറയുന്നത്. അതെന്തെങ്കിലും ആകട്ടെ, വിദ്യാഭ്യാസത്തിന്റെ കുറിച്ച് നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. വിദ്യാഭ്യാസം ഉള്ള ആൾക്കാരും വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാരും ഒക്കെ ജീവിക്കണം. അതുകൊണ്ട് നമുക്ക് അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. എന്നിട്ട് ആരും എതിര് പറയില്ല. പക്ഷെങ്കിൽ BDSC വന്നുകൊണ്ടുള്ള ഈ അവനവനെ വെളുപ്പീരുണ്ടല്ലോ, ഈ അവനവനെ തന്നെ ഒരു ന്യായീകരണം പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ആ യൂട്യൂബേഴ്സിനെ വന്ന് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്താണ്? ആരാണ് ഈ രേഷ്മയെ കുറ്റം പറയുക? എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണോ എപ്പോഴും കുറ്റം പറയുന്നത്? ഒരിക്കലുമല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ മറ്റുള്ളവരെ പറയാതെ രേഷ്മയെ തന്നെ പറയുന്നത്? ഡബിൾ മീനിങ്ങിലുള്ള സംസാരം, ബാറിൽ പോയിട്ടുള്ള ഡാൻസ് കളി, അത് സ്ത്രീകൾക്ക് അപമാനമല്ലേ? അവിടെയുള്ള ആ രാജ്യത്തുള്ള ആൾക്കാരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഈ കേരളത്തിലുള്ള സ്ത്രീകളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു വിലയിരുത്തലാണ് അവിടുന്നൊക്കെ കേൾക്കേണ്ടി വരുന്നത്. അതൊക്കെ ഈ രേഷ്മ കാരണമല്ലേ? അത്തരത്തിൽ അവർ ചിന്തിച്ചെങ്കിൽ അവരെ തെറ്റ് പറയാൻ പറ്റുമോ? അതുപോലെയുള്ള കോപ്രായങ്ങളൊക്കെയാണ് മദ്യത്തിന് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലൊക്കെയുള്ള എന്താ പറയുന്നത്, പരസ്യം പോലെയൊക്കെയുള്ള അഭിനയവും അതുപോലെയുള്ള ഡ്രസ്സുകൾ, അതുപോലെ തന്നെ മാന്യമല്ലാത്ത ഡ്രസ്സ് ധരിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ വന്ന് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് രേണു എന്ത് തെറ്റ് ചെയ്തു? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഇപ്പൊ മനസ്സിലായോ തെറ്റെന്തൊക്കെയാണെന്ന്? ഈ പേൻ പെറുക്കിയതും, ഈ ബാറിൽ കിടന്നുകൊണ്ട് പ്രൊമോട്ട് ചെയ്ത് ഡാൻസ് കളിച്ചതും, ആണുങ്ങൾ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോയി ഡാൻസ് കളിച്ചതും, എന്താ പറയുക, മാന്യമല്ലാത്ത ഡ്രസ്സ് ധരിച്ചുകൊണ്ട് സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നതും തെറ്റ് തന്നെയാണ്. അറിയില്ലെങ്കിൽ പറഞ്ഞു തരാം. അത് അറിയില്ല എന്നൊക്കെ നടിക്കണ്ട, അതൊക്കെ നമുക്കറിയാം. എന്തെല്ലാം കാര്യങ്ങൾ അറിയാം എന്നുള്ള വിവരം നമുക്കറിയാം. അല്ലാതെ കൂടുതൽ ഇങ്ങനെ സ്വയം വെളുപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. രേഷ്മ തങ്കച്ചൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്വയം വെളുപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. പിന്നെ ദുബായി കുറച്ച് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. മനുഷ്യനായിട്ട് ജീവിക്കണം, മാനുഷ്യ മൂല്യങ്ങൾക്ക് വില കൊടുക്കണം, ബന്ധങ്ങൾക്ക് വില കൊടുക്കണം. മക്കളാണ്, സഹോദരങ്ങളാണ്. ഭർത്താവിന്റെ വീട്ടുകാരും ഭർത്താവും ഒക്കെ ബഹുമാനം അർഹിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അവരുടെയൊക്കെ മുമ്പിൽ കൂടെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്ത് തെറ്റ്, ഞാൻ എന്ത് ചെയ്താൽ നിങ്ങൾക്ക് എന്താ ചോദിക്കാൻ എന്നുള്ള രീതിയിൽ കൂടെ പോയാലേ വിമർശനങ്ങൾ തന്നെ വരും. അപ്പൊ പണം ഉണ്ടാക്കണം നമ്മൾ പറഞ്ഞുകൊണ്ടുള്ള ആ പ്രയാണമില്ലേ, ആ പ്രയാണം, ഫ്ലൈറ്റിൽ കയറി ദുബായി പോയാൽ എന്തോ വലിയ സംഭവമാണെന്നുള്ള ആ ഒരു വിചാരം ആദ്യമേ കളയണം. ഈ ഫ്ലൈറ്റിൽ ആർക്ക് വേണേലും എപ്പോൾ വേണേലും ഫ്ലൈറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവരാരും വന്ന് മീഡിയസിന് മുന്നിൽ വന്ന് പറയാറില്ല ഞാൻ ഫ്ലൈറ്റിലായിരുന്നു പോയത് കേട്ടോ, ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ഇതാ വന്നിറങ്ങി എന്നൊന്നും ആരും പറയുന്നില്ല. അത് ആദ്യം മനസ്സിലാക്കണം. ആദ്യം മനസ്സിലാക്കേണ്ട കുറെ സെൽഫ് റെസ്പെക്ട് ആദ്യം കൊടുക്കുക. മറ്റൊരു വ്യക്തികളെയും ബഹുമാനിക്കാൻ പഠിക്കണം. അപ്പം മാത്രമേ നമ്മൾ ഇതുപോലെയുള്ള
തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനായിട്ട് രേഷ്മയ്ക്ക് തോന്നത്തുള്ളൂ. രേഷ്മയ്ക്ക് കുറച്ച് കുറവുകളുണ്ട്. കുറവുകൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു കുറവുകളല്ല, കാലും കൈയും ഒന്നുമില്ല അങ്ങനെയുള്ള കുറവുകളല്ല, മറിച്ച് മാനസികമായിട്ടുള്ള കുറച്ച് അറിവില്ലായ്മയുണ്ട്. ആ കുറവുകളാണ് ഉള്ളത് രേഷ്മയ്ക്ക്. രേഷ്മ മറ്റുള്ള ജനങ്ങളെ ഒന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. സമൂഹത്തിലെ സ്ത്രീകൾ എങ്ങനെ ജീവിക്കുന്നു, എത്ര മാന്യമായിട്ടാണ് ജോലി ചെയ്ത്, ചെറിയ ശമ്പളമാകാം, കുറച്ച് വലിയ നല്ല ജോലിയായിരിക്കാം, എന്ത് ജോലി ആയിക്കോട്ടെ, എല്ലാ ജോലികൾക്കും ചെയ്യുന്ന ജോലികൾക്ക് മാന്യത തന്നെയുണ്ട്. പക്ഷെ ഇത്തരത്തിൽ അപമാനമായിട്ടുള്ള രീതിയിൽ ഈ യൂട്യൂബേഴ്സിനെ വന്ന് ഇത്ര വലിയ കുറ്റങ്ങൾ പറയാനും അവരിൽ ഇങ്ങനെ മാനസിക വിഷമം ഉണ്ടാക്കാനും ഒക്കെ ഉള്ള എന്താ ആരാ ഇത്ര ലൈസൻസ് തന്നിരിക്കുന്നത്? അങ്ങനെ രേഷ്മ അങ്ങനെ അത്രയൊന്നും അങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നൊന്നും അത്ര ശരിയായ ഒരു രീതിയല്ല. ഇപ്പൊ ഈ മകൻ തന്നെ രംഗത്ത് വന്നല്ലോ. മറ്റുള്ള യൂട്യൂബേഴ്സിന്റെ കാര്യം വിട്, സ്വന്തം മകനായിട്ടുള്ള സുധിയുടെ മകൻ രേഷ്മയുടെ മകനല്ലേ, ആ മകൻ വന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ തെറ്റു പറയേണ്ട കാര്യമൊന്നുമില്ല. അത്തരത്തിൽ അനുഭവിച്ചിട്ട് തന്നെയാണ് ആ കുട്ടി അത്രയും പറഞ്ഞത്. അപ്പൊ ഈ യൂട്യൂബേഴ്സിനെയുള്ള കുറ്റം പറച്ചിൽ അവിടെ നിർത്തുക. മാന്യമായി ഡ്രസ്സ് ധരിച്ചുകൊണ്ട് മാന്യമായ ജോലി ചെയ്താൽ ആരും കുറ്റം പറയത്തില്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്ത്, ഈ പറയുന്ന ഞാൻ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആദ്യ കാലങ്ങളിൽ. പിന്നീടല്ലേ അങ്ങോട്ട് എന്താ പറയുന്നത്, ഒരു നിലയും വിലയും എന്താ പറയുന്നത്, ഒരു പെട്ടെന്നങ്ങ് മാറ്റങ്ങളായിരുന്നു. യാതൊരു തരത്തിലുള്ള എന്താ പറയുന്നത്, ഒരു തരത്തിലും അത് രേഷ്മയ്ക്ക് അതൊന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. നാണമില്ലല്ലോ രേഷ്മ ചോദിക്കില്ല, നാണമില്ലെന്ന് ചോദിക്കുന്നില്ലേ? നാണമില്ലേ രേഷ്മയ്ക്ക്? നാണമില്ലേ ഇതൊക്കെ ഇത്തരത്തിൽ ഇത്രയും തരം സംസാരിച്ചുകൊണ്ട്? ആർക്കും പറ്റത്തില്ലല്ലോ ഇങ്ങനെയൊന്നും. അതിങ്ങനെ പണം ഉണ്ടാക്കണമെന്നും പറഞ്ഞുകൊണ്ടാണോ ഇതുപോലുള്ള സംഭാഷണങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നടക്കുന്നത്? അത് മറ്റുള്ളവർക്കൊന്നും ആർക്കും ഇഷ്ടപ്പെടില്ല. നെഗറ്റീവ് പറഞ്ഞു എന്നൊന്നും പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. നെഗറ്റീവ് പറയുക തന്നെ ചെയ്യും. നെഗറ്റീവ് പറഞ്ഞ് നെഗറ്റീവ് കേട്ടിട്ട് തന്നെ രേഷ്മ ഇനി മുന്നോട്ട് പോകത്തുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ എല്ലാവരും തന്നെ തിരിഞ്ഞിരിക്കുകയാണ്. മകൻ പോലും തിരിഞ്ഞു. ഇനിയിപ്പം ആ ഇളയ ചെറുക്കൻ ഇനിയിപ്പോൾ കണ്ടോണം. ഇപ്പം ഞങ്ങൾ ഇവിടെ തന്നെയൊക്കെ ഉണ്ട്. ഈ രേഷ്മയുടെ ആ ഇളയ മകന്റെ പ്രതികരണം ഒന്ന് കേട്ട് ഞങ്ങൾ ഇവിടെ തന്നെയൊക്കെ ഉണ്ട് എല്ലാവരും. അപ്പോൾ ഇളയ മകന് 6 വയസ്സായെന്ന് പറഞ്ഞു. ഈ 6 വയസ്സായ ഇളയ കുട്ടി 6 വർഷങ്ങൾക്ക് 12 വയസ്സല്ലേ, അവന് നാണക്കേടാകല്ലേ സ്കൂളിൽ പോകുമ്പം ഇങ്ങനത്തെ എന്താ പറയുന്നത് ഇത്തരത്തിലുള്ള ഡ്രസ്സും ഇട്ടുകൊണ്ട്? ഇതെന്താ ഈ കാട്ടിക്കൂട്ടുന്നത്? എന്താണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്? നാണമില്ലല്ലോ. ഇത്രയും പക്വതയും പാകതയും ആയിട്ട് ജീവിക്കേണ്ട ഒരു സ്ത്രീ, ഒരു കുടുംബത്തിലെ ഉത്തരവാദിത്തം മുഴുവനുള്ള 2 മക്കളുടെ ഒരു അമ്മയായ ഒരു സ്ത്രീ, അല്ലാതെ 17 വയസ്സായ കുട്ടിയൊന്നും അല്ലല്ലോ. ആണോ? 17 വയസ്സായ കുട്ടികൾ എത്രയോ നന്നായിട്ട് വേഷവിധാനങ്ങൾ ചെയ്തവർ അച്ചടക്കത്തോടെ ജീവിക്കുന്നു പെൺകുട്ടികൾ. അവർ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരും. അവരുടെ അമ്മയും അച്ഛനും സഹോദരങ്ങൾ പറയുന്നത് കേട്ട് തന്നെയാണ് അവർ ജീവിക്കുന്നത്. വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേര് മാത്രമേ ഇങ്ങനെ, എന്നാലും ഇങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഒരു എന്താ പറയുന്നത്, ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ലാത്ത കാര്യങ്ങളൊക്കെ. പണം ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ പണം ഉണ്ടാക്കിയാൽ പോരെ? അപ്പൊ അതിലൊന്നും അതത്ര ശരിയായ ഒരു രീതിയല്ല. മാന്യമായിട്ട് മക്കൾ 2 ആൺമക്കളില്ലേ നിങ്ങൾക്ക്? നിങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, എൻ്റെ സ്ത്രീയെ, നിങ്ങൾക്ക് 2 മക്കളില്ലേ? 21 വയസ്സായ ഒരു മകനും ഒരു 6 വയസ്സായ ഒരു മകനും ഇല്ലേ? ആ 6 വയസ്സായ മകനെ സ്കൂളിൽ പോകുമ്പോഴും കൂട്ടുകാരുടെ ഇടയിൽ ഇറങ്ങി നടക്കുമ്പോഴും സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോഴും ജോലിക്ക് പോകുമ്പോഴും ഒക്കെ ഇപ്പം നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഇല്ലേ, ഈ വീഡിയോ എന്നും അവിടെ തന്നെയുണ്ട്. അത് ആ മകൻ കാണുമ്പോൾ ഇപ്പൊ കിച്ചു പറഞ്ഞതിന്റെ ഇരട്ടി കാര്യങ്ങൾ കേൾക്കാം. അപ്പൊ നിങ്ങളെ ചവിട്ടി പുറത്താക്കും അവരുടെ ആ മക്കള്. അപ്പൊ കരഞ്ഞോണ്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ അങ്ങനെ ചെയ്തു, എന്നെ അവിടെ അങ്ങനെ പറഞ്ഞു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ രേഷ്മ തങ്കച്ചൻ ഒന്ന് മനസ്സിലാക്കുക, ഈ ബാറി കിടന്നുള്ള പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള ഡാൻസ് ഉണ്ടല്ലോ, അതുപോലെ നടു റോഡിൽ 2-3 ആണുങ്ങളുടെ കൈ കിടന്ന് അമ്മാനം ആടിക്കണ്ടുള്ള ആ എലിയുണ്ടല്ലോ, ആ കിളി, കൊല്ലം സുധിയുടെ ആണ്ട് ദിവസം നിങ്ങൾ കിടന്ന് കിളിച്ച കിളിയൊക്കെ ആരും മറന്നിട്ടൊന്നുമില്ല. നിങ്ങൾ വളരെ കിളിച്ചുകൊണ്ട് ക്ഷണിച്ചല്ലോ, കല്യാണത്തിന് വരണമെന്ന് പറയുന്ന സന്തോഷത്തോടെ വിളിച്ചല്ലോ നിങ്ങൾ. പിന്നെ നാളെ വരണം കേട്ടോ, അയ്യോ വരണ്ട കേട്ടോ, അപ്പം തികയില്ല. ഇത്തരത്തിലുള്ള തരം സംസാരം നിങ്ങളല്ലേ സംസാരിക്കുള്ളൂ. നാണമില്ലല്ലോ സ്ത്രീയെ നിങ്ങൾക്ക്. എന്നിട്ട് ആ കൊച്ചുകുട്ടി ആ സുധി വരുമാനം ഉണ്ടാക്കാറായി എന്ന് പറയുക. 21 വയസ്സായുള്ള കുട്ടി അങ്ങനെ എന്നാ വരുമാനം? അവനെ കോളേജ് പഠിക്കുന്ന പ്രായമല്ലേ? കോളേജ് വിട്ട് പഠിപ്പിക്കാത്ത എന്താ നിങ്ങൾ ഒരുപാട് പണം ഇപ്പോൾ ഉണ്ടാക്കുന്നില്ലേ? ആ സുധിയുടെ പേര് പറഞ്ഞാണല്ലോ പണം ഉണ്ടാക്കുന്നത്. കൊല്ലം സുധി എന്നുള്ള ആ ഒരു പേര് വെച്ചാണല്ലോ നിങ്ങൾക്ക് ഇതുപോലെ യൂട്യൂബേഴ്സ് അല്ല, ഇതുപോലെ നിങ്ങൾ മീഡിയാസിൽ ഇറങ്ങുകയും നിങ്ങൾ ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്യുന്നത് സുധിയുടെ പേര് പറഞ്ഞുകൊണ്ടല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ അത്രയും നാൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയൊന്നുമല്ല, എല്ലാവർക്കും അറിയാം. കൊല്ലം സുധിയുടെ പേര് പറഞ്ഞാണ് നിങ്ങൾ ഇങ്ങനെ അഭിനയം തുടങ്ങിയെങ്കിൽ ആ കുട്ടിയെ പഠിപ്പിച്ച് ജോലി മേടിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. എന്നിട്ട് അവൻ വലിയ കുട്ടിയാണ്, അവൻ വലിയ യുവാവാണ്, അവന് വരുമാനം ഉണ്ടാക്കാറായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കണ്ടു. ഈയിടെ അവിടെ പോയിട്ട് വന്നിട്ട് ദുബായി പോയിട്ട് വന്നു കഴിഞ്ഞിട്ടുള്ള സംഭാഷണങ്ങളായിരുന്നു മീഡിയസിന്റെ മുന്നേ നിങ്ങൾ അവതരിപ്പിച്ചത്. അപ്പൊ അത്രയ്ക്കൊന്നും അഹങ്കാരം ഒരു സ്ത്രീക്കും കൊള്ളത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ഓരോ വീഡിയോസിലും ഇത്രയും കേരളത്തിൽ ഒരു സ്ത്രീക്കെങ്കിലും ഇതുപോലെ അപമാനം കേൾക്കേണ്ട ഒരു ഇത് വന്നിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, എന്തുകൊണ്ടായിരിക്കും എനിക്ക് മാത്രം, വേറെ ഒരു സ്ത്രീക്ക് പറയുന്നില്ലല്ലോ, എനിക്ക് മാത്രം എന്താണ്
ഇത്രയും ആൾക്കാരുണ്ട്. നിങ്ങൾ പല പ്രാവശ്യം ചോദിച്ചു, ഞാൻ എന്നോട് മാത്രം എന്താ, എന്നോട് മാത്രം, നിങ്ങളോട് ആർക്കും ഒരു വൈരാഗ്യമില്ല, അതിന് തർക്കമൊന്നും ഇല്ല നിങ്ങളോട് ആർക്കും. പിന്നെ എന്തിനാ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ എന്തിനാ ഇതുപോലുള്ള ഒരു ആളോട് എന്തിനാ വൈരാഗ്യപ്പെടുന്നേ? അതിന് മാത്രമുള്ള ഒരു ഇതുണ്ടോ നിങ്ങൾക്ക്? ഒന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ നില മനസ്സിലാക്കുക. ആദ്യം നിങ്ങൾ ആരാണ്, എന്താണ് എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്. ഞാൻ സമൂഹത്തിൽ ഇറങ്ങി നടന്ന് ഞാനൊരു ജോലി ചെയ്ത് എൻ്റെ കുട്ടികളെ വളർത്തേണ്ട ഒരു അമ്മയാണ് ഞാൻ. ആ അമ്മ എന്ന് പറയുന്ന സ്ഥാനത്തിന് നിങ്ങൾ ബഹുമാനം കൊടുക്കണം. അത് റെസ്പെക്റ്റ് ഇല്ലാത്തതുകൊണ്ട്, മക്കളെ റെസ്പെക്റ്റ് ഇല്ല, ഭർത്താവിനെ റെസ്പെക്റ്റ് ഇല്ല, കൂടെ നടക്കുന്ന ജനങ്ങളെ, സമൂഹത്തിലുള്ള ആളുകളെ ബഹുമാനം ഇല്ല, അമ്മയെയും അച്ഛനെയും ഒന്നും ബഹുമാനം ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ നിങ്ങൾ അവരൊന്നും പറഞ്ഞ കേൾക്കരുത്. അവര് എതിർത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു അമ്മയ്ക്കും അച്ഛനും ഇതൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അവരെതിർത്തില്ലഞ്ഞിട്ടല്ല, അവര് പറഞ്ഞാൽ നിൽക്കുകയില്ല. അത്തരത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ടാണ് അവർക്ക് പറയുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. അതുകൊണ്ടാണ് അവര് എന്ന് കേൾക്കും പറയാം. അപ്പൊ യൂട്യൂബേഴ്സിനെ ഉള്ള ആ കുറ്റം പറച്ചിലുണ്ടല്ലോ, അതവിടെ അങ്ങനെ നിർത്തിയേച്ചാൽ മതി. സ്റ്റോപ്പ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ നല്ലത്. ഇല്ല എങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് ഇവിടെ വന്നിട്ട് കരഞ്ഞു വീഴിഞ്ഞോണ്ടൊന്നും വന്നാൽ ആർക്കും അത്ര മനസ്സൊന്നും അഴിവ് തോന്നുന്നില്ല. ഇത്തരത്തിലുള്ള കാട്ടിക്കൂട്ടിട്ട് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.